കീറും. അവനെ വധിച്ചിട്ടുള്ളവനെ അവനെ കണ്ടില്ലെന്ന് പറഞ്ഞവനെ ഞാൻ കുഞ്ഞായിട്ട് വെട്ടി അരിയും. എന്റെ പൊന്നുമോളാണ്. അവന്റെ അന്യം വളരുന്നുണ്ട് ഉണ്ണിയായിട്ട്. അമ്മേ ഓ ഇങ്ങോട്ട് നോക്കി. ഞാൻ എന്റെ കുഞ്ഞിനെ തേടി എടുക്കുന്നു. എന്റെ കുഞ്ഞിനെ തേടി വന്നതാണ് ഞാൻ ഈ വനത്തിനുള്ളില്. എന്റെ തമ്പുരാൻ കുട്ടിയെ എന്നിട്ട് കണ്ടില്ലേ? കണ്ടില്ല. കയ്യിലെന്തോ ഇരിക്കുന്നത്? കയ്യിൽ തന്നെ അവനും കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് മകനായത്. ഇത് വലിയ പാടല്ലേ? പാടൊന്നുമില്ല. എന്റെ മകന് കൊടുക്കാനുള്ള എനിക്ക് എന്തൊരു കഷ്ടപ്പാടുണ്ടാ? ഇല്ല. മകൻ എന്തോ പറ്റി നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ടെ. ഞങ്ങൾ അമ്മയോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. എന്താ മകൻ എന്തോ പറ്റി? മകന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വനത്തിന് ഉള്ളിൽ ഞാൻ തേടി തേടി ഞാൻ അലഞ്ഞ് ഓടി ഓടി ഞാൻ മടുത്തു. എനിക്ക് വയ്യ. എന്റെ തമ്പുരാൻ കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് എത്ര കാലം കൊണ്ട് ഞാൻ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന്. 3 വർഷക്കാലം കൊണ്ട് അലയുന്നു. എന്റെ പൊന്നുമോനെ കണ്ടിട്ടുന്നത് വരെ നിങ്ങൾ എനിക്ക് സഹായിക്കണം. ആഹാര സാധനം എന്റെ മകന് കൊടുക്കാൻ കൊണ്ടുവന്ന് തമ്പുരാൻ കൊണ്ടുവന്നത് എന്റെ മകന് കൊണ്ടുവന്നതാണ്. എന്റെ മക്കളെ മക്കളെ ആ ഉള്ളിൽ വനത്തിലോട്ട് പോയി നോക്കാം. എന്റെ തമ്പുരാൻ കുട്ടി അവിടെ ഉണ്ടെന്ന്. ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. ആരും നമ്മളെ തൊടില്ല. എന്റെ കുട്ടിയെ തേടി പോണ എനിക്ക് ഇല്ല പറ്റൂല. ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ എത്ര വർഷമായിട്ട് ഇങ്ങനെ അറിഞ്ഞിരിക്കുക? ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ വരും. ആഹാരവും കൊണ്ട് വരും. നോക്കുമ്പോ കാണൂല. എന്നെ ഭീഷണിപ്പെടുത്തിയ ആളുകൾ ഓടിക്കും. വനത്തിനുള്ളിൽ വരരുതെന്ന് പറയും. ഓട്ടപ്പന്റെ ശാസ്താവിന്റെ മുമ്പ് ചെല്ലരുത്. ചൂലെടുത്ത് അടിക്കാൻ. 3 വർഷമായിട്ട് അമ്മ നോക്കിട്ട് കിട്ടുന്നില്ല. ആരെങ്കിലും കൊന്നെങ്കിൽ ആളിനെ എനിക്ക് ആളിനെ തിരിച്ചറിയാൻ പോണം. ഞാൻ വിളിക്കുന്നിടത്ത് മകൻ കൂടെ വന്നാ മതി. അത്ര ഇഷ്ടമായിരുന്നു. എന്റെ പൊന്നുമോളാണ്. അമ്മക്ക് തിരിച്ചു കിട്ടുമോ? തിരിച്ച് ജീവനോടെ ഉണ്ടെങ്കിൽ അല്ല, കിട്ടിയില്ല എങ്കിൽ അവനെ വധിച്ചവരെ അതേപോലെ വധിക്കാം. എന്റെ അരിവാളവിടെ ഇത് വെച്ച് ഞാൻ അതിനെ ഇഞ്ചിഞ്ചായിട്ട് കീറും. അവനെ വധിച്ചിട്ടുള്ളവനെ അവനെ കണ്ടില്ലെന്ന് പറഞ്ഞവനെ ഞാൻ കുഞ്ഞായിട്ട് വെട്ടി അരിയും. എന്റെ പള്ളിവാളെടുത്ത് കൊണ്ടിറങ്ങി ഞാൻ വെട്ടും. പള്ളിവാളെടുക്കും ഞാൻ. കോട്ടയ്ക്കകത്ത് കയറി പള്ളിവാളെടുത്ത് എന്താ കുഞ്ഞിനെ ആര് വധിച്ചിട്ടെങ്കിലും അവനെ അധികം. അമ്മ ഒന്നും ചെയ്യണ്ട. അമ്മ സമാധാനപ്പെടും. പറഞ്ഞു കേക്ക്. അമ്മയുടെ മോനായിട്ട് എന്നെ കണ്ടോ? തന്നെ ഞാൻ നമുക്ക് രണ്ടുകൂടി വനത്തിനുള്ളിൽ ഒന്ന് നോക്കാം. അവന്റെ പേരെന്താ? തമ്പുരാൻ കുട്ടിയെ. ഇല്ല, ചെരുപ്പിടില്ല. ഈ വനത്തിനുള്ളിൽ മൊത്തം മുള്ളേനാ. എന്റെ കാര്യം കൊള്ളത്തില്ല. അമ്മ ഇങ്ങനെ തിരിച്ചു കിട്ടുന്നവരെ ഇവിടെ തന്നെ കാണുമോ? ഈ വനത്തിൽ തന്നെ കാണോ? വെളിയിൽ പോകത്തില്ല. അമ്മ ഇന്നെന്തോലും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഈ കുഞ്ഞിന് കൊടുക്കാനുള്ള ആഹാരം കഴിക്കാതെ അമ്മ കഴിക്കത്തില്ലല്ലേ? എന്റെ മോന് കൊടുക്കാതെ ഞാൻ കഴിക്കില്ല മോനെ. സത്യം 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 പറയാം. അമ്മ ഇന്ന് ഒന്നും കഴിച്ചില്ല. വിഷമമുണ്ടല്ലോ അമ്മേ. എനിക്കൊരു അമ്മയുണ്ടല്ലോ അമ്മേ. എന്റെ കുഞ്ഞിക്കാരി, എന്റെ തമ്പുരാൻ കുട്ടിയെ കുഞ്ഞിക്കാരി പ്രസവിച്ച എന്റെ തമ്പുരാൻ കുട്ടിയെ എന്റെ മകനായിട്ട് തോളിലിട്ട് താരാട്ട് പാട്ട് പാടി വളർത്തിയ മകനാ. ആര് ബാധിച്ചു? അല്ല, ദേവിയുടെ മകനാണ് ഞാൻ. ഞാൻ വളർത്തിയവൻ. കാളിദേവി വളർത്തിയ മകൻ. കാളിദേവി വളർത്തിയ മകൻ. മനുഷ്യ കുഞ്ഞൊന്നും അല്ലല്ലോ അമ്മേ. ക്ഷമിക്കില്ല. കാളിദേവിയുടെ കുഞ്ഞാണ്. കാളിദേവിയുടെ കുഞ്ഞാണ്. എനിക്ക് കാളയല്ലേ? കാളിദേവിയുടെ മകനാണ്. ഇല്ല ഇല്ല, അവനെ കണ്ടിക്കാനുള്ളതല്ല, നാട്ടിൽ വളരാനുള്ളതാണ്. മൃഗം തിന്നൂല, മൃഗം തൊടൂല, മൃഗം തൊടൂല. വധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഉള്ളേ. ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. വർഷങ്ങളായിട്ട് ഈ വനത്തിൽ തന്നെയാണ് സരസ്വതി സ്ത്രീ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചാണ്. അമ്മ ഞാൻ ചോദിക്കട്ടെ, അമ്മയുടെ കയ്യിൽ നിന്ന് 2 വർഷം മുമ്പിൽ പോയത് തമ്പുരാൻ കോട്ടെ വളരൂന്ന് പറഞ്ഞല്ലേ എന്നെ വധിപ്പിച്ചെടുത്തത്. ശ്രീഹരിയാണ്. ശ്രീഹരി കണ്ടില്ലെന്ന് പറഞ്ഞു.
ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാവുന്നിട്ട് പറ അമ്മ ഒന്ന് തഞ്ചപ്പെടമ്മ ഒന്ന് തഞ്ചപ്പെട്. അമ്മ ശരിക്കും പറഞ്ഞ ആപ്പാടെ ക്ഷീണിച്ചിരിക്കുവാണ്, ശരീരം മുഴുവൻ ക്ഷീണിച്ചിരിക്കുവാണ്. ഒന്നും ആഹാരം കഴിച്ചില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുവോ? ഇനിയെങ്കിലും കേൾക്കാമല്ലോ. ഞാൻ അമ്മ ഇത്രയും ദൂരത്ത് എന്തിനു വേണ്ടി വന്നത്? എനിക്ക് അമ്മയെ കാണണം. ഈ വനത്തിനുള്ളിൽ അമ്മ ഇപ്പോഴും മകനെ തിരക്കി നടക്കുമെന്ന് അറിഞ്ഞു. മകൻ എന്ന് പറഞ്ഞാൽ കാളക്കുട്ടിയെ എല്ലാം വിചാരിച്ച് മനുഷ്യക്കുട്ടിയെന്ന് പറഞ്ഞു കാളക്കുട്ടി തിരക്കി കിടക്കുവാണ്. ഇനിയിപ്പോ അതെല്ലാം മറന്ന് അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി ജീവിച്ചൂടെ? എന്റെ കാര്യം നോക്കണമെങ്കിൽ എന്റെ മകൻ എന്ത് പറ്റിയെന്ന് ഇവള് പറഞ്ഞിട്ടേ ഞാൻ അകത്തിരിക്കോളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഏതെങ്കിലും മൃഗങ്ങൾ പിടിച്ചു കാണും. ഇല്ല, മൃഗം പിടിക്കൂല എന്റെ മോനാ, മൃഗം തൊടൂല. അത്ഭുത കഴിവുള്ള കാളായിരുന്നത്. അത്ഭുത കഴിവായിരുന്നു. അവനാരും തൊടൂല, അവനാരും വധിക്കൂല. അവനെ വധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അന്യം വളരുന്നുണ്ട് ഉണ്ണിയായിട്ട്. അവനിപ്പോ അനിയനുണ്ടോ? അനുജനുണ്ട്, വീട്ടിലുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. നേരത്തെ ഒരുപാട് വൈകി, ഇനിയിപ്പോ ഒരുപാട് ഹിംസ ജന്തുക്കളൊക്കെ ഇറങ്ങാൻ സമയം. നമുക്ക് വനത്തിനുള്ളിൽ വെളിയിറങ്ങാം. വെളിയില് മകൻ പറഞ്ഞ എന്റെ മോനെ തേടാ എന്റെ കൂടെ ഒപ്പം വരുമെങ്കിൽ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ ഇറങ്ങാം. ഞാൻ അമ്മയുടെ കൂടെ വരാം. എന്തായാലും കുഞ്ഞിക്കാലി കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോകത്തുള്ളൂ കേട്ടോ. അവൻ ജീവനോടെ ഉണ്ടോ, എന്താണ് സംഭവിച്ചെന്ന് കണ്ട അറിയാൻ മകൻ എന്നെ അവൻ ജീവനോട് ഉണ്ടോ ഇല്ലേ, രണ്ടിലൊന്നും അറിയണം. അത്രയേ ഞാൻ അമ്മയുടെ കൂടെ കൂടാ. ഞാൻ പട്ടിണി കിടന്നാലും എന്റെ മോന് കൊടുക്കാതെ എനിക്ക് തിന്നാൻ കഴിയില്ല. എത്രയോ ദിവസം പട്ടിണി കിടന്നപ്പം ശ്രീഹരി എന്നോട് ചോദിച്ചു, കോട്ടപ്പൻ കാവില പൂജാരി ചോദിച്ചു, അമ്മ എന്തിനാ പട്ടിണി കിടക്കുന്നതെന്ന്. ഞാൻ ഒരു മറുപടി പറഞ്ഞില്ല ഇന്നതിനാണെന്ന്. അവൻ പറഞ്ഞ് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, എന്റെ വീട്ടിൽ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ തിരക്കിയിട്ടില്ല. ഈ രൂപം തന്നെ എന്റെ വീട്ടിലുള്ളത്.